ഹായ് ഹലോ, ഞാൻ യുപ്സിൻ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഡെസേർട്ടാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള കാരമൽ പുഡിങ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട കാരമൽ നമുക്ക് ആദ്യം തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്കിതൊരു മോൾഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് റവ, 2 കപ്പ് പാല്. ഇനി ഇതൊന്ന് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കാരമലിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. to 30 മിനിറ്റ്സ് വരെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യണം. 30 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് പുറത്തെടുത്ത് വെക്കുകയാണ്. ഇത് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കാരമൽ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സീ യു സൂൺ.